ഹലോ കൂട്ടുകാരെ, ടോംസ് എഫ്എസ്ഒന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയറി സയൻസ് എന്ന് പറയുന്ന പോർഷനിലാണ്. അപ്പൊ ഈ സ്മോൾ ഇൻട്രൊഡക്ഷൻ ടു ഡയറി ടെക്നോളജി, ഡയറി സയൻസിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് മിൽക്കിന്റെ കോൺസ്റ്റുവൻസ് ആണ്. ആദ്യം പറയുന്ന മിൽക്കിന്റെ കോൺസ്റ്റുവന്റ് വെള്ളമാണ്, വാട്ടർ. വാട്ടർ എന്ന് പറയുന്നത് എത്ര ശതമാനമുണ്ട്? വാട്ടർ 87.5% ആണ്. 87.5%. അതുപോലെ തന്നെ ടോട്ടൽ സോളിഡ്, മൊത്തത്തിലുള്ള സോളിഡിന്റെ അളവ് അതെത്രയുണ്ട്? 12.5. 12.5% ആണ് ടോട്ടൽ സോളിഡിന്റെ അളവ് പറയുന്നത്. പിന്നെ പറയുന്ന ഫാറ്റ്. ഫാറ്റ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 3.8 ആണ്. ഫാറ്റ് 3.8% ആണ്. എന്നാൽ SNF എന്ന് പറയുന്നത് 8.3% ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് എങ്ങനെ ഈ വാല്യൂസ് കിട്ടും? മിൽക്കിന്റെ കോൺസ്റ്റുവൻസ്, മിൽക്കിന്റെ 3-4 കോൺസ്റ്റുവന്റ് പറയുന്നുണ്ട്. ആദ്യം വെള്ളം, പിന്നെ പറയുന്ന ടോട്ടൽ സോളിഡ്, പിന്നെ ഫാറ്റ്, പിന്നെ SNF. അപ്പോ ഇതിന്റെ ഓരോ വാല്യൂസ് എങ്ങനെ കിട്ടും നോക്കാം. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ടോട്ടൽ 100% വേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ടോട്ടൽ സോളിഡ് എടുക്കും. സോളിഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തു, കട്ടിയുള്ള എന്ത് വസ്തു ആവട്ടെ. സാധാരണ പാല് ഒരു ഭയങ്കര സോളിഡ് അല്ലല്ലോ, സോളിഡ് ഒരു ലിക്വിഡ് ഫോം അല്ലേ? സോളിഡ് അല്ല, പാല് ഒരു ലിക്വിഡ് ഫോം അല്ലേ? അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പാല് നിങ്ങൾക്ക് കിട്ടി. പാലിന്റെ കൂടെ സാധാരണ പാലും പഴവും കൈകളിലേന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടല്ലോ, വിനോദയാത്രയാന്ന് തോന്നുന്നു. പാലും പഴവും കൈകളിലേന്തി, അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങള്? അപ്പോ ആ പാലും പഴവും കിട്ടി. പഴം ഒരു സോളിഡ് ആണ്. അപ്പൊ നിങ്ങൾ സാധാരണ പാലും പഴവും ഈ എന്ത് സാധനം വാങ്ങിച്ചാലും ഡസൻ ആയിട്ടാ വാങ്ങിക്കുന്നത്. ഡസൻ എന്ന് വെച്ചാൽ 12. അപ്പൊ നിങ്ങൾക്ക് 12.5% അവിടെ കിട്ടും. 12.5 നമ്മൾ 100 കുറയ്ക്കുക, 12.5 കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്ക് എത്ര കിട്ടും? നിങ്ങൾക്ക് 87.5, 87.5 എന്ന് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടിയേ പാലും പഴവും മാത്രം ആലോചിച്ചാൽ മതി. അപ്പോ മിൽക്ക് കോൺസ്റ്റുവന്റിന്റെ അകത്ത് ടോട്ടൽ പെർസെന്റേജ് ഓഫ്, അല്ലെങ്കിൽ ടോട്ടൽ അല്ല, വെള്ളത്തിന്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ 87.5 കിട്ടും. അതുപോലെ ടോട്ടൽ സോളിഡ് എന്ന് പറയുന്നത് 12.5 കിട്ടും. പിന്നെ പറയുന്ന ഫാറ്റ് അല്ലേ? ഫാറ്റ് എങ്ങനെ 3.8 കിട്ടും? വളരെ സിമ്പിൾ. ഫാറ്റിൽ എത്രയുണ്ട്? FAT. ഫാറ്റിൽ 3 ലെറ്റേഴ്സ്, അപ്പൊ 3 കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ പാലൊക്കെ കുടിച്ച് തടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ പണി കിട്ടില്ലേ? അതാണ് 3.8. 3.8 എന്ന് കിട്ടും. പിന്നെ പറയുന്ന SNF. SNF എന്ന് പറഞ്ഞാല് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണെന്ന് ആലോചിച്ചാൽ മതി. SNF 8.3% ആണ്. അങ്ങനെയാണ് നമ്മൾ മിൽക്കിന്റെ കോൺസ്റ്റുവൻസ്, അതിന്റെ എത്ര ശതമാനം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ടോട്ടൽ 87.5. പിന്നെ പറയുന്നത് ഫാറ്റിന്റെ അളവ് എന്ന് പറയുന്നത് 3.8, SNF 8.3, പിന്നെ ടോട്ടൽ സോളിഡ് എന്ന് പറയുന്നത് 12.5% ആണ്. ഇനി മിൽക്കിന്റെ പ്രോട്ടീൻ ടൈപ്പ്. എത്ര ടൈപ്പ്? ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ കസീൻസ്. എന്താണ്? കസീനുകൾ. കസീനുകൾ ആൽഫ, ബീറ്റ ആൻഡ് കാപ്പ. ആൽഫ, ബീറ്റ, കാപ്പ കസീനാണ് ഉള്ളത്. പിന്നെ പറയുന്നത് നോൺ കസീൻ. കസീൻസ് കിട്ടി. പിന്നെ പറയുന്നത് നോൺ കസീൻസ് ആണ്. നോൺ കസീൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നോൺ കസീൻസിന്റെ വേറെ പേരാണ് വേ. വേ വേ പ്രോട്ടീൻ, വേ എന്ന് പറയും. ഇനി വേന്റെ അകത്ത് ആൽഫ ലാക്ടോബിനും ആൽഫ ലാക്ടാബുൽ എന്താണ് ആൽഫ ലാക്ടാൽബുമിനും ആൽഫ ലാക്ടാൽബുമിനും ബീറ്റ ലാക്ടഗ്ലോബുലിനും ബീറ്റ ലാക്ടഗ്ലോബുലിനും ആണ് ഉള്ളത്. അപ്പോ 2 ടൈപ്പാണ് നോൺ കസീനുകൾ ഉള്ളത്. പിന്നെ പറയുന്ന മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ. അതിനു മുമ്പേ ഇതെങ്ങനെ കിട്ടും? ആൽഫ, ബീറ്റ, കാപ്പ കസിൻസ്. നിങ്ങൾ കസിൻസ് എന്നാണ് കേൾക്കുന്നത്, ശരിക്കും കസിൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള കസിൻസ് കാണും. 2 പേര് നല്ല ഇണക്കുരുവികളെ പോലെ നല്ല കസിൻസ് കാണും. അപ്പൊ അതാണ് ആൽഫയും ബീറ്റയും. ദേ കിടക്കുന്ന കാപ്പ. കാപ്പ ഒരു വില്ലനായിട്ട് കരുതുക.
കേട്ടിട്ടില്ലേ? ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, കപ്പ 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 എന്നൊക്കെ പറഞ്ഞ്, ആ മലയാളത്തിലൊക്കെ ഉണ്ട്. അപ്പോ ആൽഫയും ബീറ്റയും കാപ്പയും കസിൻസ് ആണ്. അത്ര ആലോചിക്കുക. കസിൻസ് കിട്ടി. പിന്നെ നോൺ കസിൻസ് ആണ് ആൽഫ ലാക്ടാൽബുമിനും ബീറ്റ ഗ്ലോബിലിനും. ഓക്കെ, ആൽഫ ലാക്ടാൽബുമിൻ എങ്ങനെ കിട്ടും? നോൺ കെസീൻ ആണ് ആൽഫ ലാക്ടാൽബുമിനും ബീറ്റ ഗ്ലോബിലിനും. അവിടെ കാപ്പ വരുന്നില്ല നോൺ കെസീന്റെ അകത്ത്. അപ്പം ലാക്ട എന്ന് വെച്ചാല് പാലുമായിട്ട് എന്തോ ബന്ധപ്പെട്ടിട്ടാ. ആൽഫ ആൽബുമിൻ, ആൽഫ ആൽബുമിൻ കിട്ടുന്നില്ല. എ ഫോർ എ, അതാണ് അവിടുത്തെ കോഡ്. ആൽഫ ആൽബുമിൻ, ബീറ്റ ഗ്ലോബുലിൻ. ആൽഫ ആൽബുമിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ബീറ്റ ഗ്ലോബുലിൻ നിന്ന് കിട്ടും, ബീറ്റ ഗ്ലോബുലിൻ നിന്ന് കിട്ടും. അപ്പം അത്രയാണ് കസീനും നോൺ കസീനും തമ്മിലുള്ള ഡിഫറൻസ്. എന്ന് വെച്ചാൽ എന്തൊക്കെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നതെന്ന് വെച്ചാല് മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് കിട്ടുന്ന പ്രോട്ടീൻ, മിൽക്കില് മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് കിട്ടുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് കസീൻ ആണ്. കസീൻ, CASEIN, 80%. ഓക്കെ, എന്താ പറഞ്ഞത്? 80%. 80% അബണ്ടന്റ് ആയിട്ട് കിട്ടുന്ന മിൽക്കിലെ പ്രോട്ടീൻ ആണ് കസീൻ. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് നേരത്തെ പറഞ്ഞ നോൺ കസീനുകളുടെ വേറൊരു പേരാണ് വേ എന്ന് പറയും. നോൺ കസീനെ സപ്പോസ് നിങ്ങൾ കരുതുക, നിങ്ങൾ ഒരു പുറം രാജ്യക്കാരനായിട്ട്, സപ്പോസ് പുറം രാജ്യക്കാരൊക്കെ വന്നാൽ പറഞ്ഞ ഓ ഓ ഓ ഓ അങ്ങനെയല്ലേ അവര് പറയുന്നത്. അപ്പൊ ആ വേ എന്ന് പറയുന്നത് നോൺ കസീന, ഇന്ത്യൻ അല്ല. എന്നാ ഓർത്ത് കഴിഞ്ഞാൽ നോൺ കസീൻ കിട്ടും, വേയും കിട്ടും. അപ്പൊ നോൺ കസിൻ വേ ആന്ന് കിട്ടും. ഇനി പറയുന്നത് മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ മിൽക്ക്, അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ എക്സാമിന് പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ്. മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ മിൽക്ക് ഈസ് കസീൻ ആൻഡ് പെർസെന്റേജ് 80%. അത് എങ്ങനെ കിട്ടും 80%? വളരെ സിമ്പിള്. നിങ്ങൾ കസീൻ എന്ന് പറയുന്ന സാധനം ഓർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കേരള PSC ഫുഡ് സേഫ്റ്റി ഓഫീസർ ഈ വർഷം വിളിക്കുന്ന പരീക്ഷയിൽ നെഗറ്റീവ് മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. അപ്പൊ 8ന്റെ പണിയാണ് 80%. കിട്ടിയോ? 80% കസീൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് മോസ്റ്റ് അബണ്ടന്റ് SNF ഇൻ മിൽക്ക്, അതെന്ന് പറയുന്നത് ലാക്ടോസ് ആണ്. എന്താണ്? ലാക്ടോസ്. ലാക്ടോസ് ആണ്. ലാക്ടോസ് എത്ര ശതമാനം ഉണ്ടെന്നാ പറയുന്നത്? 4.5%. 4.5% ലാക്ടോസ് ആണ് ഉള്ളത്. ലാക്ടോസ് പറയുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് പഠിച്ചിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സില് ലാക്ടോസ് വരുന്നുണ്ട്. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ 2 കണ്ടന്റുകൾ ചേർന്നതാണ്. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് പ്ലസ് ലാക്ടോസ് എന്ന് പറയുന്നത് എന്താ? ഗാലക്ടോസ് അല്ലേ? ഗാലക്ടോസ് ആണ്. ഗ്ലൂക്കോസിനൊപ്പം ഗാലക്ടോസ് എങ്ങനെ കിട്ടും? നിങ്ങൾ ഗേൾഫ്രണ്ടും കൂടെ ചേർന്നിരുന്ന് പാല് കുടിച്ചു. ഈ ഗേൾഫ്രണ്ട് ആണ് ഗാലക്ടോസ്. ഓക്കെ, ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് ആണ് ലാക്ടോസ്. ഇത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ വീഡിയോ ക്ലാസ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഫുൾ കോഡ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആണോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് കളർ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, ഇപ്പൊ തന്നെ എനിക്ക് പല കളർ ഡ്രസ്സിലിരിക്കുന്ന പല വ്യക്തിത്വങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കളർ ഉണ്ട് പാലിന്. പാലിന്റെ കളറിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിന്റെ അകത്ത് ക്രീമി ഓർ യെല്ലോ കളർ, എന്താണ് ക്രീമി ഓർ യെല്ലോ കളർ? ക്രീമി അഥവാ യെല്ലോ കളർ എന്ന് പറയുന്നത് ബീറ്റ കരോട്ടിനെ സൂചിപ്പിക്കുന്നു. എന്താണ്? ബീറ്റ കരോട്ടിൻ. ഇനി അടുത്തത് വൈറ്റ് കളർ എന്ന് പറയുന്നത്, വൈറ്റ് കളർ കസീനെ സൂചിപ്പിക്കുന്നു, കസീൻ. ഇനി അടുത്ത പറയുന്നത് യെല്ലോ കളർ
യെല്ലോ കളർ എന്തിനെയാ സൂചിപ്പിക്കുന്ന? യെല്ലോ കളർ നമ്മള് കരോട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, മഞ്ഞ എപ്പോഴും കരോട്ടിൻ എന്ന് കേൾക്കുന്നുണ്ട്. കരോട്ടിൻ എന്ന് പറഞ്ഞാല് പിഗ്മെന്റേഷൻ ആണെന്ന് മനസ്സിലാക്കാം. പ്ലാന്റ്സിലൊക്കെ നമ്മള് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള അഗ്രികൾച്ചർ സയൻസിൽ കരോട്ടിനോയിഡ് അതിനെ പറ്റി നല്ല ഡെപ്തി പഠിക്കുന്നുണ്ട്. കരോട്ടിനോയിഡ് എന്താണെന്നും കരോട്ടിനോയിഡ് എവിടെ കാണപ്പെടുമെന്നും എല്ലാം എന്റെ അഗ്രികൾച്ചർ സയൻസിന്റെ ക്ലാസ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ ഇതിന്റെ അകത്ത് ഫസ്റ്റ് പറയുന്നത് ക്രീമി ഓർ യെല്ലോ കളറാണ്. ക്രീമി അഥവാ യെല്ലോ കളർ. മഞ്ഞ റിലേറ്റ് ചെയ്യുന്നത് കരോട്ടിൻ ആണെന്ന് ആലോചിക്കണം. അതെങ്ങനെ മഞ്ഞ കരോട്ടിനാന്ന് കിട്ടുമെന്ന് വെച്ചാല്, അല്ലെങ്കിൽ മഞ്ഞ കളറില് നിങ്ങൾ മഞ്ഞ കളറില് കാണത്തില്ലേ എന്തെങ്കിലും ക്യാരറ്റ് മഞ്ഞ കളറിൽ കാണുമെന്ന് ചോദിച്ചാൽ, ക്യാരറ്റ് വേറെ കളറാണെങ്കിൽ അതിലൊരു മഞ്ഞ ഉണ്ട്. പ്രസന്റ്ലി നമ്മൾ പറിക്കുന്ന സമയത്ത് നമുക്കൊരു മഞ്ഞ കളർ കിട്ടും. അപ്പം ക്രീം അല്ലെങ്കിൽ യെല്ലോ കളർ ബീറ്റ കരോട്ടിൻ ആണ്. എന്നാൽ വെറും യെല്ലോ കളർ കരോട്ടിൻ ആണ്. എന്നാൽ വൈറ്റ് കളർ കസീൻ ആണ്. എങ്ങനെ കിട്ടും വൈറ്റ് കളർ കസീൻ? വളരെ പാട് സാർ, എങ്ങനെ ഓർത്തിരിക്കും സാർ ഞാൻ കസീൻ വെള്ള കളറാണ്? അറിയാമോ? കൃപ ഒന്ന് പറയാമോ എങ്ങനെ കിട്ടും നമ്മുടെ വൈറ്റ് കളറ് കസീന എന്നുള്ളത്? പറയൂ, എങ്ങനെ കിട്ടും? അപ്ന പറ എങ്ങനെ കിട്ടും? അതെ, 80% പാലിൽ കാണുന്നത് കസീൻ അല്ലേ, പിന്നെ വെള്ള കളർ കിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിലെ പാലിന്റെ കളറ് ചുമല, നീല, പച്ച ഇതൊക്കെ അല്ലല്ലോ, ഈ പറയുന്ന വെള്ള തന്നെയല്ലേ. അപ്പൊ ക്ലിയർ ആണോ? 80% മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ പ്രസന്റ് ഇൻ ദ മിൽക്ക് ഈസ് കസീൻ. ഞാൻ ഇത്രയും സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ട് നിങ്ങൾ അത് തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ മിൽക്ക് ഈസ് കരോട്ടിൻ അല്ല കസീൻ ആണ്. ആരും തെറ്റിക്കല്ലേ, 2 കാവന്ന്. എന്നാ പിന്നെ കരോട്ടിൻ അല്ല കസീൻ ആണ്. ഇനി പറയുന്നത് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.0272 to 1.033 ആണ്. അപ്പൊ ഇതിന്റെ ഡെൻസിറ്റി പറയുന്നുണ്ട്. പാലിന്റെ ഡെൻസിറ്റി എത്രയാണ്? പാലിന്റെ ഡെൻസിറ്റി 1.027 എന്ന് പറയുന്നുണ്ട് ടു 1.03327. പാലിന്റെ ഡെൻസിറ്റി 27 ഒന്നാന്ന് നിങ്ങൾക്ക് കിട്ടി. പിന്നെ കിട്ടേണ്ടത് ഒരു 0 ഉണ്ട്. എന്നിട്ട് ഈ 27 എങ്ങനെ കിട്ടും? 33 എങ്ങനെ കിട്ടും? നിങ്ങൾ 1 കഴിഞ്ഞാൽ 2 അല്ലേ വരുന്ന? നിങ്ങൾ നമ്പേഴ്സ് എഴുതിയൊക്കെ 1 2 3 ഇങ്ങനെയല്ലേ എഴുതി പോകുന്ന? അപ്പൊ 2ഉം 3ഉം ഉണ്ടെന്ന് നിങ്ങൾക്ക് കിട്ടി. ആദ്യം പറയുന്ന 1 കിട്ടി, പിന്നെ ഒരു പോയിന്റ് കൊടുത്തു, പിന്നെ 2 ആണ് വരുന്നത്. അടുത്ത 3 അല്ല, എന്തോ ഒരു സംഭവം. നിങ്ങൾ പാലിനെ കറക്കുന്നത്, അല്ലെങ്കിൽ പാലിനല്ല കറക്കുന്ന, പശുവിനെ കറക്കുന്നത് ഇങ്ങനെയല്ലേ കറക്കുന്നത്. അപ്പൊ ഇങ്ങനെ കറക്കുമ്പോ ഈ 3 വിരലാണ് യൂസ് ചെയ്യുന്നത്. അതാണ് അവസാനത്തെ 3 വരുന്നത്. പക്ഷെ അതിന് മുമ്പേ നിങ്ങൾ കൈയൊക്കെ കഴുകി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഇങ്ങനെ പിടിക്കുന്നതെന്ന് വെച്ചാൽ 5 ആണ്. അപ്പൊ 1.5 ആണെന്ന് കിട്ടിയേ. ഇവിടെ ഓൾറെഡി 2 കിടപ്പുണ്ടേ. അപ്പൊ 2ന്റെ കൂടെ 5 കൂട്ടിയ എത്ര? 7 കിട്ടും. അങ്ങനെയാണ് 1.027 കിട്ടുന്നത്. എങ്ങനെയാന്ന് ഒന്നും കൂടെ പറയാം. നമ്മൾ പാലിന്റെ ഡെൻസിറ്റി ആണ് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ കറക്കുന്ന ആലോചിക്കുക. കറക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റ കൈ കൊണ്ടാണ് കറക്കുന്നത്. ഇങ്ങനെ കറക്കുന്ന, ഇങ്ങനെ ആണെങ്കിലും ഒരു കൈയെ ഒരു സമയം കറക്കുന്നുള്ളൂ. അതാണ് 1.0 കിട്ടി. 2 കിട്ടും നിങ്ങൾക്ക്, കാരണം ഞാനും പശുവാണുള്ളത്, 2 പേര്. ഇപ്പൊ 1.02 കിട്ടിയേ. നമ്മൾ കറക്കുന്ന ആദ്യം ഇങ്ങനെയാണ്. അപ്പൊ 5 വിരൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം 2ന്റെ കൂടെ 5 ആഡ് ചെയ്ത 7 കിട്ടും. അപ്പൊ 1.027 കിട്ടി. 272. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കറക്കുന്നത് 3 പേരിൽ ഇങ്ങനെ പിടിച്ചിട്ടാ കറക്കുന്നത്. അപ്പോ 1.033. കാരണം ഒരു തവണ 2 തവണ, അതാണ് 33. 1.033 എന്ന് കിട്ടും. ഡെൻസിറ്റി അപ്പൊ കിട്ടിയോ? പിന്നെ പറയുന്നത് എന്താണ്? പിന്നെ പറയുന്നത്
അതിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. പാലിന്റെ ബോയിലിംഗ് പോയിന്റ് വെള്ളത്തിന്റെ 100 ആണെങ്കിൽ പാലിന്റെ അത് ഒരു 15 ഡിഗ്രി സെൽഷ്യസ് കൂടെ ഓർക്കണം. 15 ഡിഗ്രി സെൽഷ്യസ് 0.15 ഡിഗ്രി സെൽഷ്യസ് കൂടെ കൂടുതലായിരിക്കും. അതായത് 100.15 ഡിഗ്രി സെൽഷ്യസ് ആണ് മിൽക്കിന്റെ ബോയിലിംഗ് പോയിന്റ്. മിൽക്കിന്റെ ബോയിലിംഗ് പോയിന്റ് 100.15 ഡിഗ്രി സെൽഷ്യസ്. എങ്ങനെ ഓർക്കും? പണ്ട് പാലിനൊക്കെ 15 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് 22, 24, 28 ആയത്. അപ്പൊ 15 ഡിഗ്രി സെൽഷ്യസ് കിട്ടുമോ? അപ്പൊ പാലിന് ബോയിലിംഗ് പോയിന്റ് 100.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് RI എന്ന് പറയുന്നത് 1.344, 1.344 to 1.348, 1.348. അതായത് 1.344 to 1.348 കിട്ടണം. അതെങ്ങനെ കിട്ടും നമുക്ക്? 1.344 to 1.348 വളരെ സിമ്പിൾ ആണ്. എന്റെ കോച്ചിങ് സെന്ററിൽ, അതായത് ഞാൻ എടുക്കുന്ന ക്ലാസ് പഠിക്കുന്ന പിള്ളേരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആവേശം കൂടും. എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ പിള്ളേരൊക്കെ എങ്ങനെയാ 1 2 3 ആണെന്ന് 1 2 3, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല എണ്ണുന്ന. നിങ്ങൾ 1 3 4 4 അങ്ങനെ എണ്ണും. അങ്ങനെ എണ്ണി കഴിയുമ്പോ എന്ത് പറ്റും? ഒന്നും കൂടെ എണ്ണാൻ പറയും. എത്രയാ? 1 3 4. അങ്ങനെ എണ്ണിയാ നിങ്ങൾക്ക് എന്ത് പറ്റും? 8ന്റെ പണി കിട്ടും. 1348, 1.344 to 1.348 കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് പാലിന്റെ pH കിട്ടുന്നത്. അല്ലേ? ആണല്ലേ? pH ആണോ കിട്ടുന്ന? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ കിട്ടുന്ന? pH എന്ന് പറഞ്ഞാൽ ഉടനെ ശരിയാ, pH ആണ് സാർ കിട്ടുന്ന. pH അല്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആ പറഞ്ഞത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്നും കൂടെ പറഞ്ഞുതരാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കിട്ടുമെന്ന്. എന്റെ കോച്ചിങ് സെന്ററിൽ പഠിക്കുന്ന പിള്ളേരെ വളരെ ആവേശത്തിൽ എണ്ണാൻ പറഞ്ഞാൽ 1 2 3 എണ്ണാൻ പറഞ്ഞാൽ നേരെ 1 3 4 4 അങ്ങനെ എണ്ണി അങ്ങ് പോകും. പക്ഷേ ശരിക്കും അങ്ങനെ എണ്ണിയാ തെറ്റല്ലേ? അപ്പൊ ഞാൻ ഒന്നും കൂടെ എണ്ണിക്കും. അപ്പോഴും നിങ്ങൾ 1.34 അങ്ങനെ എണ്ണിയാൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടില്ലേ? 48. അതാണ് 8. 1.344 to 1.348. അപ്പൊ നിങ്ങൾക്ക് കിട്ടുവേ. അങ്ങനെ നിങ്ങൾക്ക് ഡെൻസിറ്റി ആണോ കിട്ടിയത്? അല്ല, നിങ്ങൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആ കിട്ടിയത്. പാലിന്റെ ഡെൻസിറ്റി അപ്പൊ എത്രയാ? പാലിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.027 to 1.033. കിട്ടിയോ? കിട്ടി. ഇനി പറയാൻ പോകുന്നത് pH ആണ്. പാലിന്റെ ഫ്രഷ് മിൽക്കിന്റെ pH എന്ന് പറയുന്നത് 6.5 to 6.7 ആണ്. 6.5 to 6.7. എന്നാ പശുമ്പയുടെ പാലിന്റെ മിൽക്ക് അതിൻ്റെത് 6.4 to 6.6 ആണ്. ഓക്കെ, അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാല് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് 6 കിട്ടണം. ഞാൻ നേരത്തെ കോഡില് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പശുവിന് ഇങ്ങനെ 1 2 3 4 5 6 അകിടില് 6 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പശുവല്ല, നമ്മുടെ ഇമാജിനേറ്റീവ് പശു. അപ്പൊ 6 ഉണ്ടെന്ന് കരുതുക. അപ്പൊ 6 കിട്ടി. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഫ്രഷ് മിൽക്കിന്റെ കേസാ. ആദ്യം ഫ്രഷ് മിൽക്ക് എന്ന് വെച്ചാൽ എപ്പോഴും പറയുന്ന എപ്പോഴാ? രാവിലത്തെ പാല് കുടിക്കൂ, നിങ്ങൾക്ക് ഭയങ്കര ആരോഗ്യമായിരിക്കും, നല്ല ഫ്രഷ് മിൽക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾ രാവിലെ കറക്കുന്നത് 5 മണി തൊട്ട് 7 മണി വരെ. അതാണ് 6.5 to 6.7. എന്നാൽ നിങ്ങൾ പശുമ്പ ഭയങ്കര ക്ഷീണമല്ലേ, പശുമ്പയെ വൈകുന്നേരേ കറക്കാൻ പറ്റൂ. അപ്പൊ ആ പുള്ളിക്കാരന്റെ ആണെങ്കിൽ 6.4 to 6.6 വൈകുന്നേരം 4 to 6 കറക്കും. ഇരുട്ടി കഴിഞ്ഞാൽ പശുവിനും വേദനിക്കും, നിങ്ങൾക്കും വേദനിക്കും. കാരണം പശുവിന്റെ തൊഴിൽ നിങ്ങൾ സഹിക്കണം. ഈ ഇരുട്ടത്തൊന്നും കാണത്തില്ല. പശുവിനെ തന്നെയാണോ കറക്കുന്നത് അതോ അപ്പുറത്തേക്കുന്ന പോത്തിനെ പോയി കറക്കുമെന്നും അറിയത്തില്ല. അപ്പൊ 6 ആണെന്ന് ഓർക്കണം. 4 to 6 ആണ് 6.4 to 6.6. മറ്റേത് ഫ്രഷ് മിൽക്കിന്റെ കേസ് എടുത്ത 6.5 to 6.7. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഓഫ് മിൽക്കില് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ
ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ്. ആദ്യം പറയുന്നത് വേൾഡ് മിൽക്ക് ഡേ. എന്നാണ് വേൾഡ് മിൽക്ക് ഡേ? വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത് ജൂൺ 1 ജൂൺ 1-ാം തീയതിയാണ്. ജൂൺ 1-ാം തീയതിയാണ് വേൾഡ് മിൽക്ക് ഡേ എന്ന് അറിയപ്പെടുന്നത്. എങ്ങനെ കിട്ടും? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ലോകമെമ്പാടും പാല് തരുന്ന പശുക്കൾ ഒത്തിരി ഉണ്ട്. ജൂൺ 1-ാം തീയതിയാണ് സ്കൂള് തുറക്കുന്നത്. കുട്ടികൾക്കെല്ലാം ജൂൺ 1-ാം തീയതിയാണ് പാല് കൊടുക്കുന്നത് സ്കൂളിൽ നിന്ന്. കൊച്ചു പിള്ളേർക്കൊക്കെ ജൂൺ 1-ാം തീയതി കൊടുക്കും. അപ്പൊ വേൾഡ് മെമ്പാടുമുള്ള കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത് ജൂൺ 1-ആണ്. ഇനി നാഷണൽ മിൽക്ക് ഡേ. നാഷണൽ മിൽക്ക് ഡേ എന്ന് പറയുന്നത് നാഷണൽ വരുന്നത് നവംബർ 26-ആണ്. നവംബർ 26. എങ്ങനെ കിട്ടും? വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പശുവിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെയാണ് പശുവിനെ കറക്കാൻ പോണ? ഞാനും പശുവും. അപ്പം നമ്മൾ 2 കിട്ടിയേ, ഞാനും പശു 2. പിന്നെ വരുന്നത് പശുവിന്റെ അകടില് ഞാൻ പറഞ്ഞ 6 എണ്ണം ഉണ്ട്. അപ്പൊ അത് കിട്ടിയോ? നിങ്ങളൊക്കെ അല്ലേ, നമ്മൾ നാഷണൽ എന്ന് പറയുമ്പോൾ കേരളക്കാരെ ആലോചിക്കണം. നമ്മളൊക്കെ അല്ലേ പശുവിനെ കറക്കുന്നത്. നമ്മളിങ്ങനെ കറക്കാനായിട്ട് ഇങ്ങനെ ഇരുന്ന് കറക്കുമ്പോ പശുവിന് നോവില്ലേ? നോവുന്നതാണ് നവംബർ. നോവും. ആ നോവുമാണ് നവംബർ 26 നാഷണൽ മിൽക്ക് ഡേ. കിട്ടിയോ? അത്രയാണ്. നവംബർ 26 ആണ് നാഷണൽ മിൽക്ക് ഡേ. പിന്നെ പറയുന്നത് വൈറ്റ് റെവല്യൂഷൻ മിൽക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ്? വൈറ്റ് റെവല്യൂഷൻ മിൽക്കുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തൊരു പാടാ കിട്ടാൻ. പിന്നെ വെള്ള കളർ റെവല്യൂഷൻ പാലുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ അതിന് പ്രത്യേകിച്ച് അതിന് കോഡ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. വൈറ്റ് മിൽക്ക് റെവല്യൂഷനോ? അങ്ങനെ റെവല്യൂഷൻ ഇല്ലല്ലോ സാർ. വൈറ്റ് റെവല്യൂഷൻ മിൽക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷന്റെ ഫാദർ ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യന. പുള്ളിക്കാരൻ ഡോക്ടറേറ്റ് എടുത്ത ആളാന്ന് തോന്നുന്നു. ഡോക്ടർ വർഗീസ് കുര്യനാണ്. ആരാണ്? വർഗീസ് കുര്യൻ. വർഗീസ് മാപ്പിളയല്ല, വർഗീസ് കുര്യനാണ്. അപ്പോ വർഗീസ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞ വൈറ്റ് റെവല്യൂഷൻ ഓർമ്മയുണ്ടോ? വൈറ്റ് റെവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? പാവം കറുത്ത ആൾക്കാരും വെള്ളക്കാരും വർഗീയത സൃഷ്ടിച്ചു. അതാണ് വർഗീസ് കുര്യൻ. മനസ്സിലായോ? അപ്പൊ വർഗീസ് കുര്യൻ കിട്ടിയോ? വർഗീസ് കുര്യൻ കിട്ടി. ഡോക്ടർ വർഗീസ് കുര്യനാണ് വൈറ്റ് റെവല്യൂഷന്റെ ഫാദർ കിട്ടി. ആ എന്താണ്? ഗീ വെച്ചിട്ടും എടുക്കാം. അന്നും ഈ സംഭവം നമ്മുടെ അശ്വന്ത് പറഞ്ഞതാ. അപ്പൊ നിങ്ങൾക്ക് ഗീ വെച്ചിട്ട് വേണമെങ്കിൽ റിലേറ്റ് ചെയ്തിട്ട് എടുക്കാം. വർഗീസ് കുര്യൻ. ഓക്കെ. ഇനി പറയുന്നത് മിൽക്ക് പെയിൽ ഓഫ് ഇന്ത്യ. എവിടെയാണ് മിൽക്ക് പെയിൽ ഓഫ് ഇന്ത്യ? ഹരിയാനയിലാണ് മിൽക്ക് പെയിൽ ഓഫ് ഇന്ത്യ. പിന്നെ പറയുന്നത് മിൽക്ക് ബൗള് ഗുജറാത്തിലാണ് ബൗള്. പിന്നെ പറയുന്നത് ഹരിയാനയിലാണ് പെയില്. പിന്നെ പറഞ്ഞിരിക്കുന്നത് മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. മിൽക്ക് ക്യാപിറ്റല് ആനന്ദ്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഞാൻ പറയാം. പെയില്, മിൽക്ക് പെയിൽ ഓഫ് ഇന്ത്യ അല്ലെ? മിൽക്ക് പെയിൽ ഓഫ് ഇന്ത്യ. പെയില് ഹരിയാനയാന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ കിട്ടും? ഹരിയാന പെയിലാന്ന്, മിൽക്ക് പെയിലാന്ന് എങ്ങനെ കിട്ടും? സാധാരണ നിങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? സിനിമയുടെ ഡയലോഗ് കേട്ടില്ല, പുല്ലേ ഓർമ്മയുണ്ടോ ഈ മുഖം എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി പറയില്ലേ? ആ ഓർത്താല് പെയിലെന്ന് പറയുന്നത് ഹരിയാനയാന്ന് കിട്ടും. കിട്ടിയോ? സുരേഷ് ഗോപി ആലോചിച്ചാൽ മതി. സുരേഷ് ഗോപി പാലൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് പുല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ
ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അതാണ് ഭ. ഇനി അടുത്തത് ബൗള് ഗുജറാത്ത്. അതെങ്ങനെ കിട്ടും? ബൗള് ഗുജറാത്താന്ന് എങ്ങനെ കിട്ടും? നിങ്ങൾ എല്ലാവരും വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ? വാട്സപ്പിലെ മെമ്മറി ഒക്കെ GB അല്ലേ പിള്ളേരെ? GB കേട്ടിട്ടില്ലേ? 1 GB 2 GB. നിങ്ങൾ ഫോൺ വാങ്ങിക്കുമ്പോഴേ പറയും, സാർ എനിക്ക് 500 GB ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ സിസ്റ്റം തരണമെന്നാ പറയുന്നത്. അപ്പോ GB, G ഫോർ ഗോട്ട്. G ഫോർ ഗോട്ട് അല്ല, G ഫോർ ഗുജറാത്ത്. ഗുജറാത്തും കിട്ടി. ബൗൾ ഓഫ് മിൽക്ക് ഗുജറാത്തിലാന്ന് കിട്ടി. ഇനി അടുത്ത പറയുന്നത് ക്യാപിറ്റൽ ആനന്ദാണ്. നിങ്ങൾ ഇന്ത്യൻ ക്യാപ്റ്റൻ പണ്ടുണ്ടായിരുന്ന ഒരു ആനന്ദുണ്ട്, ആ പുള്ളിയെ ഓർത്താ കിട്ടും. ക്യാപിറ്റൽ ആനന്ദാണ്. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അല്ലല്ലോ, മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആണ് ആനന്ദ്. ഇനി പറയുന്നത് ഡയറി ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേരുകൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഡയറി ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട്, ആ ഡയറി ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഒരു ബുക്ക്, ഔട്ട്ലൈൻ ഓഫ് ഡയറി ടെക്നോളജി, ഔട്ട്ലൈൻ ഓഫ് ഡയറി ടെക്നോളജി എഴുതിയത് ആരാണെന്ന് ചോദിച്ചാല് സുകുമാർ ഡി. ആണ് സുകുമാർ ഡേ ആണ് ഔട്ട്ലൈൻ ഓഫ് ഡയറി ടെക്നോളജി എഴുതിയത്. അതുപോലെ തന്നെ ഡയറി കെമിസ്ട്രി ആൻഡ് ബയോകെമിസ്ട്രിയും എഴുതിയ വ്യക്തി ആരാന്ന് ചോദിച്ചാല് നിങ്ങൾ പറയേണ്ടത് ആരാണ്? നമ്മുടെ ഫോക്സും സ്വീറ്റ്നിയാണോ? ഫോക്സ് ആൻഡ് സ്വീറ്റ്നിയാണോ? അല്ല, സ്വീനി എന്നാണ്. ഫോക്സും സ്വീനിയുമാണ് എന്തു എഴുതിയത്? ഡയറി കെമിസ്ട്രിയും ബയോകെമിസ്ട്രിയും എഴുതിയത്. എന്നാല് ഇപ്പൊ ഈ രണ്ടുപേരുടെ പേര് എങ്ങനെ ഓർക്കും നോക്കാം. അപ്പൊ ആദ്യം പറയുന്നത് ഔട്ട്ലൈൻ ഓഫ് ഡയറി ടെക്നോളജി എഴുതിയത്, ഒരു ബുക്കിന്റെ പുറംചട്ട എഴുതുമ്പോ പഴയ സുകുമാരക്കുറുപ്പിനെ ഓർമ്മ വരുന്നുണ്ടോ? മുങ്ങി നടന്ന പുള്ളിക്കാരൻ ഡയറി ഒക്കെ എഴുതുമായിരുന്നു. അപ്പൊ ഡയറി ടെക്നോളജി എഴുതിയത്, ഔട്ട്ലൈൻ ആയിട്ട് എഴുതിയ ആളാണ് സുകുമാർ ഡേ. അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് സുകുമാർ ഡേ കിട്ടും. പിന്നെ പറയുന്നത് ഡയറി കെമിസ്ട്രി, ബയോകെമിസ്ട്രി, രണ്ട് കെമിസ്ട്രി പഠിക്കണമെങ്കിൽ നമ്മളെല്ലാവരും പറഞ്ഞോ, എന്തെങ്കിലും പറയാനുണ്ടോ? ബയോടെക്നോളജിയാണ്. ഡയറി കെമിസ്ട്രി ആൻഡ് ബയോടെക്നോളജി. ഡയറി കെമിസ്ട്രി ആൻഡ് ബയോകെമിസ്ട്രി അല്ല, ബയോടെക്നോളജിയാ. സോറി, ബയോടെക്നോളജിയാ. അപ്പോ ഡയറി കെമിസ്ട്രിയും ബയോടെക്നോളജിയും എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്, ഡയറി കെമിസ്ട്രി, ബയോടെക്നോളജി എഴുതിയത്. കെമിസ്ട്രിയും ബയോടെക് ഒക്കെ പഠിക്കണമെങ്കിലേ നല്ല ഫോക്സ് എന്ന് വെച്ചാൽ എന്താണ് അബ്ന? നല്ല ഊളകളായിരിക്കണം. അപ്പൊ നല്ലൊരു കുറുക്കന്റെ ബുദ്ധി വേണം. കുറുക്കനും സ്വീനിയും പോലെ, ആലീസും വണ്ടർലയും പോലെ. അങ്ങനെയല്ല, രണ്ടും ഒന്നാണ്. ആലീസ് ഇൻ വണ്ടർലാൻഡ് ആണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഫോക്സും സ്വീനിയും പോലെ ആയിരിക്കണം. രണ്ടും ഒരാൾക്കാരല്ല, രണ്ടുപേരാ. ഫോക്സും സ്വീനിയാണ് എഴുതിയത് ഏത്? ഡയറി കെമിസ്ട്രിയും ബയോടെക്നോളജിയും. അപ്പൊ ക്ലിയർ ആണോ? ഡയറി കെമിസ്ട്രിയും ബയോടെക്നോളജിയും എഴുതിയത് ഫോക്സും സ്വീനിയുമാണ്. ഇനി പറയുന്നത് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി, ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്ന കൺട്രി ഏതാണ്? ചൈനയാണോ? ആണോ കൃപ? ചൈനയിലാണോ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന മിൽക്കിന്റെ? അല്ല, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി ഹൈലി പെരിഷബിൾ ഫുഡ്, വളരെയധികം പെരിഷബിൾ ആയിട്ടുള്ള ഫുഡ് എന്താണ്? മിൽക്കാണ്. അപ്പോ നിങ്ങൾക്ക് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന ആലോചിച്ചാൽ മതി. കുറേ ഫാമുകളുണ്ട്, എവിടെ നോക്കിയാലും പശു. അതുകൊണ്ടാണ് ഇന്ത്യയില്
കേരളത്തിൽ നമ്മൾ ഇത്രയും കാണുന്നെങ്കിൽ ഇന്ത്യയെ പറയണ്ടല്ലോ. ആവശ്യം പോലെ പശുവുണ്ട്. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതുപോലെ ഹൈലി പെരിഷബിൾ ഫുഡും മിൽക്കുമാണ്. പിന്നെ പുവർ സോഴ്സ് മിൽക്കിൽ എന്തൊക്കെയില്ല, ഇത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. മിൽക്ക് ഈസ് എ പ്യുവർ സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആൻഡ് അയൺ. വൈറ്റമിൻ സിയും ഇല്ല, അയണും ഇല്ല. അയണും ഇല്ല, വൈറ്റമിൻ സിയും ഇല്ല. എങ്ങനെ ഓർക്കും? നിങ്ങളുടെ കയ്യില് പാലിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, പാലിന്റെ അളവ് കുറയുമല്ല, നിങ്ങളുടെ ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പൊ അപ്നയാണെന്ന് വെച്ചോ, അപ്നയെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു അസുഖം വന്നു, ഒരു പനിയായി, അപ്നയെ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ട് IV ഇട്ട് കിടത്തും. അതിന് പകരം നമ്മളു ഒരു പാല് കുടിക്കൂ എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോ IV എന്തോ പ്രത്യേകതയുണ്ട് പാലിൽ ഇല്ലാത്ത. അതുകൊണ്ടാണ് പാലിൽ ഈ പറയുന്ന IV ഇല്ലാത്ത. ബി എന്താണ്? വൈറ്റമിൻ സി. വൈറ്റമിൻ സി കാൽഷ്യം അല്ല, വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയും ഇല്ല, ഐയും ഇല്ല. എന്താണ് ഐ? അയൺ. അപ്പൊ രണ്ട് സാധനങ്ങളില്ലെന്ന് കിട്ടിയോ? വൈറ്റമിൻ സിയും ഇല്ല, അയണും ഇല്ല. പിന്നെ എക്സലന്റ് സോഴ്സ് ഓഫ് ട്രിപ്റ്റോഫാൻ. എന്തോ എവിടെയോ മിന്നി മറിഞ്ഞ പോലെ. ട്രിപ്റ്റോഫാൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ട്രിപ്റ്റോഫാൻ കൃപ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സീലിംഗ് ഫാൻ ആണോ? പറയ്, അപ്ന പറയ്, ട്രിപ്റ്റോഫാൻ എവിടെയാ കേട്ടത്? എസെൻഷ്യൽ അമിനോ ആസിഡ്. എസൻഷ്യൽ അമിനോ ആസിഡ്സിലാണ് ട്രിപ്റ്റോഫാൻ, ലൂസിൻ, ഐസോലൂസിൻ, വലൈൻ, ട്രയോനിൻ, ഇങ്ങനത്തെ പദങ്ങളൊക്കെ നിങ്ങൾ കേട്ടത്. ഇതെല്ലാം എന്റെ ബയോകെമിസ്ട്രി ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണാം, എസൻഷ്യൽ അമിനോ ആസിഡ്സിൽ. ഓക്കെ, അപ്പൊ ആ വീഡിയോ കാണുമ്പോൾ അതിന്റെ കോഡ് എന്താന്ന് കിട്ടും. അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ ട്രിപ്റ്റോഫാൻ. ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും നല്ലൊരു സോഴ്സ് ആണ് പാല്. പാലെന്ന് വെച്ചാൽ മിൽക്ക് അല്ലേ? ആണോ? മിൽക്കാണ് ട്രിപ്റ്റോഫാൻ. നിങ്ങൾ MT എന്നൊക്കെ കേട്ട് കാണും. ആരാണ് MT? ആരാണ് MT? കൃപയ്ക്ക് അറിയോ MT ആരായിരുന്നു? അറിയില്ല. അപ്നയ്ക്ക് അറിയോ MT ആരാണ്? MT വാസുദേവൻ നായർ. യെസ്, MT വാസുദേവൻ നായർ. പുള്ളി പാല് നല്ലപോലെ കുടിക്കുന്ന ആളായിരുന്നു കേട്ടോ. അതാണ് പുള്ളിക്ക് അത്ര ബുദ്ധിയൊക്കെ വന്നത്. നമ്മളെ പോലെ കട്ട ചായ ഒന്നും അല്ല കുടിച്ചത് പുള്ളി. പുള്ളി നല്ല ബുദ്ധിശാലിയായിരുന്നു. അങ്ങനെ MT കിട്ടി. M എന്ന് വെച്ചാൽ ട്രിപ്റ്റോഫാൻ കണ്ടായിരുന്നു. ആ ട്രിപ്റ്റോഫാൻ ആയിരുന്നു അതിൻ്റെ അകത്ത് അടങ്ങിയിരുന്നത്. M എന്ന് വെച്ചാൽ മിൽക്ക്. അപ്പം എസെൻഷ്യൽ ആയിട്ട് വളരെ എക്സലന്റ് ആയിട്ടുള്ള സോഴ്സ് അമിനോ ആസിഡിന്റെ ഏറ്റവും നല്ല വിച്ച് അമംഗ് ദ ഫോളോയിങ് അമിനോ ആസിഡ് ഈസ് പ്രസന്റ് ഇൻ മിൽക്ക് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഐസോലൂസിൻ, വലൈൻ, ട്രിപ്റ്റോഫാൻ, തൈറോസിൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് എടുത്തെഴുതാം ട്രിപ്റ്റോഫാൻ. അതൊരു ചോദ്യമാണ്. ഓക്കെ, ട്രിപ്റ്റോഫാൻ കിട്ടിയല്ലോ. ഇനി നാഷണൽ മിൽക്ക് ഡേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാഷണൽ മിൽക്ക് ഡേ എങ്ങനെ ഓർക്കും? പശുവിന് നോവും. ഈ രണ്ട് പേര് നമ്മള് 6 ഉണ്ട്. അപ്പൊ നവംബർ 26 കിട്ടും. വേൾഡ് മിൽക്ക് ഡേ ജൂൺ 1 കിട്ടുവേ. അത് ഞാൻ പറഞ്ഞു തന്നു എങ്ങനെ നമുക്ക് ജൂൺ 1 കിട്ടും. പിന്നെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഓർമ്മയുണ്ടോ? നേരത്തെ ഈ ആനന്ദ് എവിടെയോ വന്ന്. ആനന്ദ് എവിടെയാ വന്നത്? നാഷണൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അല്ല, മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയിൽ ആനന്ദ് വന്നു. ഇവിടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡും ആനന്ദിൽ തന്നെയാണ്. അതുപോലെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിയാന. ഹരിയാന എവിടെയാ വന്നായിരുന്നോ? എവിടെയാ വന്നത്? എവിടെയാ വന്ന ഹരിയാന? പറയാമോ അപ്ന? എവിടെയാണ് ഹരിയാന വന്നത് നേരത്തെ പഠിച്ചപ്പോ? മിൽക്ക് പെയിൽ ഓഫ് ഇന്ത്യ. അതിന്റെ കോഡ് എന്താ? ഇപ്പൊ എന്നെ ആട്ടും. അപ്പൊ PA ആണോ? അതെ, P എന്താണ്? പെയില്. H എന്താണ്? ഹരിയാന. ആണോ? ആണോ? ഇനി അടുത്ത ഇവിടെ പറഞ്ഞേക്കുന്നത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്.
നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നല്ല നല്ല റിസർച്ചിൽ നിന്ന് നമ്മൾ ആട്ടി ഇറക്കി വിടും. അതാണ് ഹരിയാന. അങ്ങനെയാണ് ഹരിയാന കിട്ടുന്നത്. ഇനി ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നമ്മള് നിലനിൽപ്പിന് കാരണം ആനന്ദാണ്. കാരണം മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആനന്ദാണ്. മോസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് ബ്രീഡ് അത് നിങ്ങൾ ഓർക്കണം, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ. ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ എന്ന് പറയുന്ന ബ്രീഡിനാണ് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്നത്. അതെങ്ങനെ കിട്ടും ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ? അറിയോ നിങ്ങൾക്ക് ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ എങ്ങനെ കിട്ടുമെന്ന്? വളരെ സിമ്പിൾ ആണ്. ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്നു. അതല്ലേ കൂടുതൽ കിട്ടുന്ന വെച്ചാൽ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കില്ലേ. ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ. ഓ, ഫ്രഞ്ചിൽ നിന്ന് ഒറിജിൻ ചെയ്തെന്തോ അവ ഫ്രീഷ്യൻ. അതൊന്നും അല്ല. നിങ്ങൾ പാലെടുത്ത ഫ്രീസറിൽ വെക്കില്ലേ, അതാണ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്. ഇപ്പോഴത്തെ മലയാളികളുടെ സ്വഭാവം എന്ത് കിട്ടുന്നു, പൈസ കുറയുന്നു, 10 എണ്ണം എടുക്കൂ 2 എണ്ണം ഫ്രീ. നേരെ ഇതെല്ലാം കൂടെ എടുത്ത് ഹോൾസെയിൽ ആയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. അതാണ് ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ. കുറച്ച് ഭയങ്കര സ്റ്റാൻഡേർഡിൽ പറഞ്ഞ ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ എന്നൊക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന ബ്രീഡിനെ കിട്ടിയല്ലോ, അതാണ് ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ. ഇനി പറയുന്നത് ബെസ്റ്റ് ഡയറി കാറ്റിൽ ഇൻ ഇന്ത്യ. ഇന്ത്യ കാണപ്പെടുന്ന ഏറ്റവും നല്ല ഡയറി കാറ്റിൽ എന്ന് പറയുന്നത് സഹിവാൾ. ആരാണ്? സഹിവാൾ. അല്ലേലും ഈ കാര്യം പറയുമ്പോ എനിക്കൊരു ഓർമ്മ വരുന്നത് എന്താന്ന് വെച്ചാല്, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ബെസ്റ്റ് ഡയറി കാറ്റിൽ ഇൻ ഇന്ത്യ. ഇന്ത്യയെ കാണപ്പെടുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. വെള്ളമടിച്ച് വാളും വെച്ചോണ്ടിരിക്കും, സാരിയും തലയിൽ ചുറ്റി ഇങ്ങനെ വാള് വെക്കും. അതാണ് സഹിവാള്. കിട്ടിയോ? സഹിവാള് കിട്ടിയോ? വാള് വെക്കുന്നു. ആര്? പ്രിയതമൻ. സഹിയുടെ പ്രിയതമൻ. അപ്പൊ സഹിവാള് കിട്ടിയല്ലോ. അതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയെ കാണുന്ന ബെസ്റ്റ് ഡയറി കാറ്റിൽ. നേരത്തെ പറഞ്ഞ എന്താണ്? ബെസ്റ്റ് ആയിട്ടുള്ള ഡയറി കാറ്റിൽ അല്ല, ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രീഡാണ് എന്ത്? ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ. ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ. ഇനി വേൾഡസ്റ്റ് മിനിയേച്ചർ കൗ, വളരെ വലിപ്പം കുറഞ്ഞ പശു ഏതാണ്? ഏറ്റവും ചെറിയ പശു ഏതാണ്? നിങ്ങൾ ചില ആൾക്കാരൊക്കെ അതിനെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കേരളത്തിൽ ഉണ്ട്. ഞാൻ ദൈവം സഹായിച്ച് ഒരു പശുവിനെ കാണാൻ ഇടയായി. അതിന്റെ പേരാണ് വെച്ചൂർ കൗ. വെച്ചൂർ പശു. ഭയങ്കര ഔഷധ മൂല്യങ്ങളുള്ള പാലൊക്കെ കിട്ടുന്ന പശുവാണ്. നല്ല ഇണക്കം, നല്ല പോലെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. നല്ല പശുവാണ്. അപ്പൊ വെച്ചൂർ കൗ ആണ് ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ മിനിയേച്ചർ ആയിട്ടുള്ള കൗ. അതുപോലെ തന്നെയാണ് കേരളാസ് റാങ്ക്. കേരള എത്രാമത്തെ റാങ്കില? ദൈവം സഹായിച്ച 1ാമത്തെ റാങ്കില്ല. അത്രയ്ക്ക് മടിയന്മാരാണ്. എങ്ങനെ ഓർക്കും? 13ാമത്തെ റാങ്കാണ് കേരളത്തിൽ. ചെകുത്താന്റെ നമ്പറാണ് 13. ഇപ്പൊ കുറച്ചു നാളായിട്ട് കേരളത്തിൽ ഒരു കൊറോണയൊക്കെ വന്ന് മഴയുടെ പ്രശ്നം, കൊറോണയുടെ പ്രശ്നം, ചൂടിന്റെ പ്രശ്നം, മൊത്തത്തിൽ ചെകുത്താന്റെ ഒരു കളി കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിന് 13ാമത്തെ നമ്പർ വന്നത്. അപ്പൊ ക്ലിയർ ആയോ? 13th റാങ്ക് ആണ് നമ്മുടെ കേരളത്തിനുള്ളത് മിൽക്കില്. പിന്നെ പറയുന്ന ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡ് അതല്ലേ നടന്നത്? ഓർമ്മയില്ലേ? വെള്ളപ്പൊക്കം, വൈറ്റ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്. വെള്ളപ്പൊക്കത്തിന്റെ കാര്യം മറ്റേ 2018 മൂവി പാവൻ ടൊവിനോ അയ്യോ ഇങ്ങനെ മുങ്ങി ടൈറ്റാനിക്കിന്റെ റീമേക്ക് ആയിരുന്നു തോന്നുന്നത്. എന്തായാലും ടൊവിനോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോ ഇത്രയും ക്ലിയർ ആയല്ലോ. ഈ പറയുന്നത് നമ്മുടെ വൈറ്റ് റെവല്യൂഷൻ ഓപ്പറേഷൻ ഫ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ പറയുന്നത് ആർക്കിടെക്ട് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡിന്റെ ആർക്കിടെക്ട് ആരാന്നാണ്. അതാരാ? പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? വർഗീസ് കുര്യൻ അല്ലേ? വൈറ്റ് റെവല്യൂഷൻ പറഞ്ഞ വർഗീസ്, ഓപ്പറേഷൻ ഫ്ലഡ് പറഞ്ഞ ഓപ്പറേഷൻ ജാവ അല്ല കേട്ടോ, ആരും എഴുതല്ലോ ഓപ്പറേഷൻ ജാവ. അപ്പൊ ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. പിന്നെ പറയുന്നത് ലാർജസ്റ്റ് കൗ മിൽക്ക് പ്രൊഡക്ഷൻ കൺട്രി.
ഏറ്റവും കൂടുതൽ കൗ മിൽക്ക് പ്രൊഡക്ഷൻ കൺട്രി ഏതാണ്? USA ആണ്. USA ഏറ്റവും കൂടുതൽ കൗ മിൽക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നത്. നിങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, കൗ മിൽക്കിന്റെ പ്രൊഡക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് USA. പക്ഷേ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കൺട്രി ഇന്ത്യ ആണ്. അത് നിങ്ങളെ തെറ്റിക്കും. കാരണം അവിടെ USA വരും, ഇന്ത്യയും വരും. ആകെ കൺഫ്യൂഷൻ. സാർ, USA ആയിരുന്നോ ഇന്ത്യ ആണോ? പശുമ്പ വന്നാലേ USA വരൂ. ആര്? പശുമ്പ. പശുമ്പ വന്നാലേ USA വരത്തുള്ളൂ. ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. പക്ഷെ കൗ മിൽക്ക് പ്രൊഡക്ഷൻ വരുന്നത് USA ആണ്. അതെങ്ങനെ കിട്ടും സാർ? ഭയങ്കര പാടല്ലേ? സിമ്പിൾ ആണ് പിള്ളേരെ. നിങ്ങൾ അതാ നോക്കിയേ, കൗന്ന് എഴുതിക്കേ, COW ആണേ. COW എന്നല്ലേ കൗന്ന് എഴുതുന്ന? USA. ഇന്ത്യ എന്ന് എഴുതിയാ തികയത്തില്ല. അപ്പൊ കിട്ടിയോ? എങ്ങനെ ഓർക്കൂന്ന് കിട്ടിയോ? കൗവിന്റെ അകത്തെ USA നിൽക്കൂ. അല്ലാതെ ഇന്ത്യയൊക്കെ എഴുതണമെങ്കിൽ പശുവിന്റെ ഒക്കെ പേര് മാറ്റി വേറെ പേര് വെക്കണം. അപ്പൊ മനസ്സിലായോ? അപ്പൊ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ ഓഫ് കൺട്രി അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ കൺട്രി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ആണ്. പക്ഷെ ലാർജസ്റ്റ് കൗ മിൽക്ക് പ്രൊഡക്ഷൻ കൺട്രി നമ്മുടെ ഇന്ത്യ അല്ല, USA ആണ്. പിന്നെ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റേറ്റ് തന്നെ ഏതാണ്? UP ആണ്. UPയിലാണ് ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്ന സ്റ്റേറ്റ് ഇന്ത്യയില്. UP. എങ്ങനെ കിട്ടും? UP സിമ്പിൾ ആണ് പിള്ളേരെ. പശുവിനെ കറക്കാൻ നമ്മളിതാ ഇങ്ങനെ ഇരുന്നിട്ടല്ലേ കറക്കുന്നത്. എന്നിട്ട് അപ്പ് സിറ്റ് ഡൗൺ. അപ്പൊ എണീക്കൂലേ? കേരളത്തിൽ ഇങ്ങനെയൊക്കെയാ. മറ്റേ പുറം രാജ്യത്തൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നേരെ ഇങ്ങനെ കുറച്ച് എഞ്ചിനുകളുണ്ട്. ടക്ക് 2 3 എന്നിട്ട് പശു ഇങ്ങനെ കിടുങ്ങി ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ പാവം ഇവിടുത്തെ ബംഗാളികൾ വന്നിട്ട് ഇങ്ങനെ കുറച്ച് ആക്കി കൈയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ കറന്നുകൊണ്ടിരിക്കും. അപ്പൊ എങ്ങനെ കിട്ടുമെന്ന് കിട്ടിയല്ലോ. എന്താണ് അപ്പ്? ഉത്തർപ്രദേശ് ആണോ? അപ്നാണോ? അപ്പൊ UP കിട്ടിയല്ലോ. ഇനി ലാർജസ്റ്റ് മിൽക്ക് കൺസ്യൂമർ സ്റ്റേറ്റ്, ഏറ്റവും കൂടുതൽ പാല് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ്. ഞാൻ പണ്ട് കരുതി കേരളത്തിലെ കുട്ടികളുടെയൊക്കെ സൗന്ദര്യത്തിന്റെ രഹസ്യം പാലാണ്. ഇപ്പൊ മനസ്സിലായി പാലൊന്നും അല്ലെന്ന്. അപ്പോ ഏറ്റവും കൂടുതൽ നല്ല കുട്ടികളെ കാണണമെങ്കിൽ ഞാൻ ഇനിയിപ്പോ എവിടെ പോണം? പഞ്ചാബിൽ പോണം. സിക്കൊക്കെ കെട്ടി തലയിൽ ഇതൊക്കെ വെച്ച് കെട്ടിയിട്ട് വേണം ഞാൻ പോകാൻ. അവിടെ ചെല്ലുമ്പോ എന്നെ ആരെങ്കിലും ഒക്കെ കാണുമാവോ? അപ്പോ പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ പാല് കൺസ്യൂം ചെയ്യുന്നത്. എന്താണ്? പാലിന്റെ കൺസ്യൂമേഴ്സ് ഏറ്റവും കൂടുതൽ ഉള്ളത് പഞ്ചാബിലാണ്. എങ്ങനെ കിട്ടും? വളരെ ബുദ്ധിമുട്ടല്ലേ? പാലെന്ന് എഴുതി നോക്കിയേ. പാലെന്ന് വെച്ചാൽ എന്താണ്? P അല്ലേ? പാലിന് നിങ്ങൾ P എന്നല്ലേ പറയുന്ന? നിങ്ങൾ മലയാളത്തിൽ പാൽ എഴുതുമ്പോ പാ അല്ലേ വരുന്ന? P ഫോർ പഞ്ചാബ്. പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ പാല് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുള്ളത് അല്ലേ? ആണ്. അപ്പോ ലാർജസ്റ്റ് മിൽക്ക് കൺസ്യൂമർ സ്റ്റേറ്റ് പഞ്ചാബാണ്. എന്നാൽ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റേറ്റ് ഉത്തർപ്രദേശ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഓഫ് മിൽക്ക് അല്ലെങ്കിൽ ഡയറി ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇനി വരുന്ന ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എന്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അതിൽ നോക്കി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, കോൾ ചെയ്യാം. അതിന് ഞാൻ റിപ്ലൈ ബാക്ക് ചെയ്യും. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.